الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴിയുടെ 91ാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. സൂറത്ത് നാസിആത്തിന്റെ ആരംഭവും അതോടൊപ്പം അൽ അഫ്ആലുൽ ഖംസ പഞ്ചക്രിയകളുടെ ആവർത്തനവുമാണ് ഇന്ന് നമുക്ക് ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകം നിങ്ങൾ ഖുർആനിലെ 77% പദങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഒരു പേജ് എടുത്താൽ അതിലെ 99 പദങ്ങളും നിങ്ങൾക്കറിയുന്നവയായി. 77,500 പദങ്ങളിൽ നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് 62,000 പദങ്ങളാണ്. അതിൽ 60,200 പദങ്ങളും നാം പഠിച്ചു കഴിഞ്ഞു. അത്രത്തോളം ടാർഗറ്റ് നാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നാം കഴിഞ്ഞ ക്ലാസ്സിൽ അൽ അഫ്ആലുൽ ഖംസ പഞ്ചക്രിയകൾ അല്ലെങ്കിൽ 5 ക്രിയകൾ, ആ 5 ക്രിയകൾ എന്ന് ഗ്രാമറിൽ അറിയപ്പെടുന്ന, വ്യാകരണത്തിൽ അറിയപ്പെടുന്ന 5 ക്രിയകൾ ഏതൊക്കെയാണ് എന്ന് നാം പരിചയപ്പെട്ടു. എന്തിനാണ് നാം അങ്ങനെ പരിചയപ്പെട്ടത് എന്ന് നിങ്ങൾ അന്ന് ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാകും. അത് ഇന്ന് പറയാൻ പോവുകയാണ്. അപ്പോ 5 ക്രിയകൾ എന്ന് വ്യാകരണത്തിൽ അറിയപ്പെടുന്നത് അപൂർണ ക്രിയയിലെ 5 ക്രിയകളാണ്. എന്താണ്? 1. രണ്ടാമത് അവയെ ഓർമ്മിച്ച് വെക്കാനുള്ള ക്ലൂ ഞാൻ പറഞ്ഞു തന്നു. ആനി, ഈന, ഊന. ആനി, ഈന, ഊന എന്ന് അവസാനിക്കുന്ന ക്രിയകളാണ്. അതിൽ യഫ്അലൂന, തഫ്അലൂന നാം നമ്മുടെ ടേബിളിൽ 21 രൂപങ്ങളുടെ ടേബിളിൽ പഠിക്കുന്നതാണ്. അതുകൂടാതെ ദ്വിവചനത്തിന്റെ 2 രൂപങ്ങൾ, ദ്വിവചനത്തിന്റെ 2 രൂപങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഈ 5 ക്രിയകളിൽ പെടുത്തിയിട്ടുണ്ട്. അത് യഫ്അലാനി, തഫ്അലാനി എന്ന 2 ക്രിയകൾ ദ്വിവചനത്തിന്റെ. പിന്നെ ഒന്ന് സ്ത്രീലിംഗത്തിന്റെ ഒരു രൂപം, തഫ്അലീന. ഇതിൽ യഫ്അലാനി, തഫ്അലാനി ദ്വിവചനങ്ങളാണ്. യഫ്അലൂന, തഫ്അലൂന ബഹുവചനങ്ങളാണ്. തഫ്അലീന ഏകവചനമാണ്, പക്ഷെ അത് സ്ത്രീലിംഗത്തെ കുറിക്കുന്നത്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഇതാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്. വളരെ ലളിതമാണ്. അറബി ഗ്രാമർ പഠിക്കുമ്പോൾ ഞാൻ അറബി ഗ്രാമർ പഠിക്കുകയാണ്, അറബി ഗ്രാമർ ഒരു വലിയ ശബ്ദമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് നമുക്കത് ഒരു ടാസ്കായിട്ട് തോന്നുന്നത്, ഒരു പ്രധാനപ്പെട്ട സംഗതി അല്ലെങ്കിൽ ഒരു ഭാരമായി തോന്നുന്നത്. അതേസമയം ഇത് ലളിതമാണ്. ഖുർആൻ ലളിതമാണ് എന്ന് അള്ളാഹു അടിക്കടി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വലം യജ്അൽ ലഹു ഇവജ, അതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതേപോലെ കിതാബും മുബീൻ എന്ന് പറഞ്ഞു, സുവ്യക്തമായ ഗ്രന്ഥം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതൊരു ഒരു ടാസ്ക് ഒന്നുമല്ല, ഇത് ലളിതമായ സംഗതിയാണ്. ഓക്കെ, എന്താണ് ഈ അഫ്ആലുൽ ഖംസയിലെ അൽ അഫ്ആലുൽ ഖംസ എന്ന് പറയുന്ന 5 ക്രിയകളുടെ പ്രത്യേകത? നമ്മൾ നേരത്തെ
ക്രിയകളുടെ അവസാനം മാറി വരുന്നു എന്ന് പറഞ്ഞപ്പോ, അല്ലൻ ഇതൻ കൈ പറഞ്ഞപ്പോ അപൂർണക്രിയയുടെ അവസാനത്തിൽ ഫത്തഹ വരുത്തുമെന്ന് പറഞ്ഞു. ലൻ ഇതൻ കൈ. അതേപോലെ ഇൻ ലം ലമ്മ ലാമുൽ അംർ ലാൻ നാഹിയ പറഞ്ഞപ്പോ അപൂർണക്രിയയുടെ അവസാനത്തിൽ സുക്കുന് വരുത്തുമെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിലൊക്കെയും നാം പറഞ്ഞത് എന്താണ്? യഫ് അലു ലൻ യഫ് അല. അപ്പൊ ഏകവചനമാണ് പറഞ്ഞത്. ബഹുവചനം നാം അവിടെ ടച്ച് ചെയ്തില്ല. ലം യലിദ്, ലം സുക്കൂൻ വരുമ്പോഴത്തേക്ക് എന്താണ് അവിടെ? ഏകവചനത്തിലാണ് നാം സുക്കൂൻ കാണിച്ചത്. അപ്പോ യഫ് അലു യഫ് അലൂന എന്ന് പറയുന്നതിൽ എങ്ങനെ ഫത്തഹ കൊടുക്കും? അതേപോലെ തഫ് അലു കഴിഞ്ഞിട്ട് തഫ് അലൂന എന്ന് പറയുന്നതിൽ എങ്ങനെ ഫത്തഹ കൊടുക്കും? അല്ലെങ്കിൽ യഫ് അലൂന എന്ന് പറയുന്നതിന്റെ അവസാനം എങ്ങനെ സുക്കൂൻ കൊടുക്കും? തഫ് അലൂൻ എന്ന് പറയുന്നിടത്ത് യഫ് അലൂൻ തഫ് അലൂൻ എന്ന് പറയുന്നിടത്ത് എങ്ങനെ സുക്കൂനോ ഫത്തഹോ കൊടുക്കും? ആ വിഷയം പറയുമ്പോഴാണ് നമുക്ക് ഈ യഫ് അലൂനയുടെയും തഫ് അലൂനയുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ 5 ക്രിയകളുടെ സവിശേഷത പറയേണ്ടി വരുന്നത്. ഇവിടെ നോക്കുക, ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അപ്പോ ഇല്ലാ അൻ വന്നവിടെ, അതിന് ശേഷം യുഅ്മിനു. യുഅ്മിനു എന്നത് എന്താണ്? അപൂർണക്രിയയാണ് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ യഥാർത്ഥ രൂപം എന്താണ്? ന ഉള്ളതാണ്. യുഅ്മിനൂന ബില്ലാഹി അൽ അസീസിൽ ഹമീദ്. അന്നില്ല എങ്കിൽ എന്ത് പറയും ഇവിടെ? യുഅ്മിനൂന ബില്ലാഹി അൽ അസീസിൽ ഹമീദ്. എന്നതിനും പ്രതാപവാനും സ്തുത്യർഹനുമായ അല്ലാഹുവിൽ അവർ വിശ്വസിക്കുന്നു. യുഅ്മിനൂന. അൻ വന്നപ്പോ യുഅ്മിനൂനയിലുള്ള ന പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ യുഅ്മിനു നമ്മൾ പറയുമല്ലോ, ഫത്തഹ് വന്നു, ഫത്തഹ് കൊടുക്കപ്പെട്ടു, ഫത്തഹ് നൽകപ്പെട്ടു, അന്ത്യത്തിൽ ഫത്തഹ് ചെയ്യപ്പെട്ടു. അതിന്റെ അടയാളം അപൂർണക്രിയയിൽ ഏകവചനമായിരുന്നപ്പോൾ എന്ത് വന്നു? അടയാളം സുവ്യക്തമായ ഫത്തഹായിരുന്നു. ഇവിടെ ന നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫത്തഹ ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? ന നഷ്ടപ്പെട്ടുകൊണ്ട് ഫത്തഹ ചെയ്യപ്പെട്ടു. ഇല്ല അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. രണ്ടാമത്തെ ഉദാഹരണം നോക്കുക. ബിഇസ മശ്തറൗ ബിഹി അൻഫുസഹും അൻ യക്ഫുറു ബിമാ അൻസലല്ലാഹ്. അപ്പോ യക്ഫുറൂന ബിമാ അൻസലല്ലാഹു എന്നായിരുന്നു അവിടെ. യക്ഫുറൂന ബിമാ അൻസലല്ലാഹു, അല്ലാഹു ഇറക്കിയതിനെ അവർ നിഷേധിക്കുന്നു അല്ലെങ്കിൽ അവിശ്വസിക്കുന്നു. അതിൽ അവർ അവിശ്വസിക്കുന്നു. അൻ വന്നപ്പോഴോ അൻ യക്ഫുറു, ന പോവുകയാണ്. അൻ ഫത്തഹ് ചെയ്യുന്നതിന്റെ അടയാളം എന്താണ്? ന പോവുകയാണ്, നഷ്ടപ്പെടുകയാണ്. അപ്പോ ബിഇസ മശ്തറൗ ബിഹി അൻഫുസഹും അൻ യക്ഫുറു ബിമാ അൻസലല്ലാഹ്. അപ്പോ അതിന് ശേഷം അപൂർണക്രിയയുടെ ബഹുവചന രൂപം വന്നപ്പോ എന്ത് വന്നു? ന നഷ്ടപ്പെട്ടുകൊണ്ട് ഫത്തഹ് ചെയ്യപ്പെട്ടു. അതേപോലെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂന. ലൻ തനാലു. അപ്പൊ ആദ്യം വന്ന രണ്ട് ഉദാഹരണം പറഞ്ഞതും യുഅ്മിനൂന യക്ഫുറൂന എന്ന ബഹുവചനത്തെ കുറിച്ചാണ്. അവർ പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിലാണ്. രണ്ടാമത് പറഞ്ഞ എന്താണ്? ലൻ തനാലുൽ ബിർറ. അപ്പൊ തനാലൂന എന്നാണ് വരുന്നത്. തനാലൂനൽ ബിർറ, നിങ്ങൾ പുണ്യം കരസ്ഥമാക്കും. ഹത്താത്തു. അപ്പൊ ലൻ തനാലു, ലൻ വന്നപ്പോ എന്തായി? തനാലൂനയിലുള്ള ന നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ എന്ത് പറയും? ലൻ തനാലുൽ ബിർറ, നിങ്ങൾ പുണ്യം കരസ്ഥമാക്കുകയില്ല, നേടുകയില്ല. ലൻ അറിയാലോ, നിഷേധക്രിയയാണ്.
ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ. 4 ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ. അപ്പോ യഖ്ലുഖൂന ദുബാബൻ എന്നായിരുന്നു. യഖ്ലുഖൂന ദുബാബൻ, അവർ ഈച്ചയെ സൃഷ്ടിക്കുന്നു എന്നായിരുന്നു. യഖ്ലുഖൂന ദുബാബൻ. ലൻ വന്നപ്പോഴോ ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ലൻ യഖ്ലുഖൂ, അവർ സൃഷ്ടിക്കുകയില്ല, അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നില്ല, ദുബാബൻ, ഒരു ഈച്ചയെ പോലും. എന്തായി? യഖ്ലുഖൂനയിലുള്ള ന നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവിടെ ഫത്ഹ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഫത്ഹ് ചെയ്യപ്പെടുന്നതിന്റെ വിട്ടതിന്റെ അടയാളം ന നഷ്ടപ്പെട്ടു എന്നതാണ്. ഇനി ഇപ്പൊ പറഞ്ഞെല്ലാം ഫത്ഹ് ചെയ്യപ്പെടുന്നതിന്റെ സന്ദർഭങ്ങളാണ്. ഇനി സുക്കൂൻ ചെയ്യപ്പെടുന്ന സന്ദർഭം നോക്കാം. فإن لم تفعلوا ولن تفعلوا فاتقوا النار. അപ്പോ ലം ഇല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ? തഫ്അലൂന. രണ്ട് സ്ഥലത്തും, ഒരു സ്ഥലത്ത് ലം വന്നിട്ടുണ്ട്, ഒരു സ്ഥലത്ത് ലൻ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ലം അല്ലെങ്കിൽ ലൻ ഇല്ലെങ്കിൽ തഫ്അലൂന എന്നായിരിക്കും വരിക. ലം വന്നപ്പോ എന്തായി? സുക്കൂൻ ചെയ്യണം. അപൂർണക്രിയയുടെ അവസാനം സുക്കൂൻ ചെയ്യണം. അപൂർണക്രിയയുടെ അവസാനം എങ്ങനെയാണ് സുക്കൂൻ ചെയ്തിരിക്കുന്നത്? ന നഷ്ടപ്പെട്ടുകൊണ്ടാണ് സുക്കൂൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ന നഷ്ടപ്പെട്ടതാണ് അവിടെ സുക്കൂൻ ചെയ്യപ്പെട്ടതിന്റെ അടയാളം. ഫഇൻ ലം തഫ്അലു, നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, വലൻ തഫ്അലു, നിങ്ങൾ പ്രവർത്തിക്കുകയുമില്ല, ഫത്തഖുന്നാറ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക, അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. അടുത്തത് ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും യുസബ്ബിത് അഖ്ദാമക്കും. ഇപ്പോ ഇൻ ലം ലമ്മ ലാമുൽ അംറാണല്ലോ സുക്കൂൻ ചെയ്യുന്നത്. അപ്പോ ഇൻ തൻസുറുല്ലാഹ, തൻസുറൂന എന്ന് വരേണ്ടടുത്ത് ഇൻ വന്നപ്പോ എന്തായി? തൻസുറൂ എന്നായി. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും. സുമലം അടുത്തത് സുമ്മ ലം യതൂബു ഫലഹും അസാബുൻ ജഹന്നം. അപ്പോ ലം വന്നില്ലെങ്കിൽ യതൂബൂന എന്നായിരുന്നു വരേണ്ടിരിക്കുന്നത്. അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നു. ലം വന്നപ്പോ ലം യതൂബു, അവർ പശ്ചാത്തപിച്ചിട്ടില്ല. സുമലം യതൂബു, പിന്നീട് അവർ പശ്ചാത്തപിച്ചിട്ടില്ല എങ്കിൽ ഫലഹും, അപ്പോൾ അവർക്കുണ്ട് അസാബു ജഹന്നം, നരകശിക്ഷ. ഇതാണ് അൽ അഫ്ആലുൽ ഖംസ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ. എല്ലാവരുടെയും മൈക്രോഫോൺ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒരാൾ ക്ലിയർ ആണെന്ന് പറയും. ക്ലിയർ ആണോ? ഒരു സംശയമുണ്ട്. ഈ അപൂർണക്രിയയുടെ അന്ത്യത്തിൽ ഫത്തഹ് വരുത്തുന്ന പദങ്ങളാണല്ലോ അൻ, ലൻ, ഇതൻ, കയ്യ്. അപ്പോ ഇവിടെ ലൻ വരുമ്പോ ആ നാ പോയിട്ട് ഫത്തഹ് വന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതായത് ഫത്തഹ് വരുത്തുക എന്നത്, ഫത്തഹ് വരിക എന്നതിന് അടയാളമുണ്ടല്ലോ. ഫത്തഹ് വരിക എന്നിടത്ത് എപ്പോഴും ഫത്തഹ് തന്നെ ആയിരിക്കില്ല അടയാളം. ചിലപ്പോൾ ഫത്തഹായിരിക്കും അടയാളം. ഇപ്പൊ ലൻസുറ അല്ലെങ്കിൽ ലൻയദ്രിബ വരുമ്പോഴത്തേക്ക് എന്തായി? യദ്രിബ വരുമ്പോ അവിടെ ലൻ വന്നത് കാരണം യദ്രിബ ഫത്തഹത്ത് കൊണ്ട് തന്നെയാണ് ഫത്തഹ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇവിടെ അൻ വന്നപ്പോൾ അൻ യുഅ്മിനു, ന ഒഴിവാക്കുക എന്നതാണ് ഫത്തഹ് ചെയ്യപ്പെടുന്നതിന്റെ അടയാളം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ.
വേറെ എന്തെങ്കിലും സംശയം? നാസർ സാർ, ജലീൽ, ഓക്കെ, ക്ലിയർ ആണ്. അപ്പം നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. സൂറത്തുൻ നാസിയാത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة. ഇവിടെ തജ്വീദ് നോക്കിയാൽ വന്നാസിയാത്തി നൂന് മണിച്ച് പറയണം. ഗർഖ എന്നിടത്ത് 2 ഹർക്കത്തെ ദീർഘിപ്പിക്കാവൂ. വന്നാഷിതാത്തി നഷ്താ അവിടെയും അതേപോലെ തന്നെ നൂനും അവസാനത്തെ ദീർഘം 2 ഹർക്കത്ത്. വസ്സാബിഹാത്തി സബഹ 2 ഹർക്കത്ത്. ഫസ്സാബിഖാത്തി സബ്ഖാ ബാ എന്ത് ചെയ്യണം? പൊട്ടിച്ചു വരണം. സബ്ഖാ. ഫൽമുദബ്ബിറാത്തി അംറാ 2 ഹർക്കത്ത്. യൗമ തർജുഫു റാജിഫ ഫായില് ഫാ കഴിഞ്ഞ ശേഷം ഹ ആണ് ഉച്ചരിക്കേണ്ടത്. യൗമ തർജുഫു റാജിഫ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും പലരും ഈ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്ന സന്ദർഭത്തിലൊക്കെ ഈ തെറ്റ് വരുന്നത് നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും. പഠിച്ചിട്ടുള്ളവർ പോലും അഫ്ദലുലമാക്കാര് പോലും പലപ്പോ ഹയ്യാല സ്വലാത്ത് എന്ന് പറയുന്നത് കേൾക്കാം. ഹയ്യാല സ്വലാത്ത് അല്ല, ഹയ്യാല സ്വലാഹ്, ഹ ആണ് അവസാനം. തത്ബഅഹ റാദിഫ അവിടെയും അവസാനത്തെ അക്ഷരം ഹ ആക്കിയാണ് നിർത്തേണ്ടത്. ഖുലൂബുൻ യൗമഇദിൻ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ. ഇതൊരു നല്ലൊരു ഉദാഹരണമാണ്. ഖുലൂബുൻ യൗമഇദിൻ വാജിഫ എന്നത് തൻവീനിന് ശേഷം യാഓ വാവോ വന്നാൽ എന്ത് ചെയ്യണം? അവിടെ ഷെദ്ദോടുകൂടി മണിച്ച് പറയണം. പക്ഷേ ഇവിടെ ഷെദ് കാണൂല. ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ഈ ഉസ്മാനി സ്ക്രിപ്റ്റിൽ ഷെദ് ഉണ്ടാവും. ഷെദ് കൊടുക്കേണ്ട സന്ദർഭത്തിൽ ഷെദ് ഉണ്ടാവും. അതേസമയം ഈ വാവിനും യാനെയും ഷെദ്ദോടുകൂടി മണിച്ച് പറയണം എന്നിടത്ത് അവിടെ ഷെദ് ഉണ്ടാവില്ല. കാരണം കുലൂബൻ യൗമഇദിൻ എന്നിടത്ത് യാന് ഷെദ്ദിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൾക്കാർ കുലൂബയ്യൗമഇദിൻ എന്ന് പറയും. കുലൂബയ്യൗമഇദിൻ. അങ്ങനെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഷെദ്ദിട്ടുള്ള സ്ഥലത്ത് അവിടെ എന്താണ്? ഷെദ്ദുള്ള അക്ഷരം മാത്രം ഉച്ചരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഉച്ചരിച്ചു പോകുമോ എന്നത് കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല? ഇവിടെ യാനും വാവിനും ഷെദ് കൊടുക്കുകയില്ല. അതേസമയം തജ്വീദ് നിയമപ്രകാരം എന്ത് ചെയ്യണം? അവിടെ ഷെദ്ദോട് കൂടി മണിച്ചു വരണം. എന്ന് വിചാരിച്ച് ഷെദ് എന്ന് പറഞ്ഞാൽ 2 അക്ഷരം അല്ല, ഒരു 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 കാൽ ഭാഗം കൂടി യാനും വാവിനും ഷെദ് വരുമ്പോൾ ഒരു കാൽ ഭാഗം കൂടി മാത്രമേ കൂടുകയുള്ളൂ. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഖുലൂബുൻ യൗമഇദിൻ വാജിഫ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ. അതേപോലെ വാജിഫ എന്ന് പറയുമ്പോൾ വ നേർത്ത അക്ഷരമാണ്. നേർത്ത അക്ഷരം ആയിരിക്കെ തന്നെ വ പറയുമ്പോൾ ചുണ്ട് മുൻഭാഗത്തേക്ക് കൂടി വന്നതിന് ശേഷമാണ് നേർത്ത് പോകുന്നത്. ഖുലൂബുൻ യൗമഇദിൻ വാജിഫ യൗമഇദിൻ വാജിഫ. വ മുമ്പോട്ട് വന്നിട്ട് പിന്നീട് പിന്നിലേക്ക് അതിന്റെ നാച്ചുറൽ ഷേപ്പിലേക്ക് പോകും. അബ്സാറുഹാ ഖാശിഅ അബ്സാറുഹാ ഖാശിഅ. ഇത് ചെറിയ ആയത്താണ്. ഈ ചെറിയ ആയത്തൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ദീർഘം വരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും? ആൾക്കാർ അങ്ങ് അടിച്ചു വിട്ടങ്ങ് നീട്ടിക്കളയും. അബ്സാറുഹാ ഖാശിഅ എന്നൊക്കെ പറഞ്ഞു കളയും. അങ്ങനെയില്ല. ഖാശിഅ അവിടെ ഒന്നും ദീർഘമില്ല. അബ്സാറുഹാ ഖാശിഅ സാധാരണ ദീർഘമുള്ള 2 ഹർക്കത്ത്, അതിലപ്പുറം ദീർഘിപ്പിക്കാൻ പാടില്ല. അത് അങ്ങനെ ദീർഘിപ്പിച്ചാൽ തെറ്റാണ് എന്നുകൂടി മനസ്സിലാക്കണം. ഓക്കെ.
പിന്നെയുള്ളത് അതിന്റെ ഗ്രാമറാണ്. ഗ്രാമർ നമുക്ക് അർത്ഥം പറഞ്ഞ ശേഷം നോക്കാം. വന്നാസിആത്തി, നസഅ എന്ന് പറഞ്ഞാൽ ഊരി എന്നാണ്. നസഅ ഊരി, ഊരി. നസഅ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഖുർആനിൽ തന്നെ. വനസഅന മാ ഫി സുദൂരിഹിം മിൻ ഗില്ലിൻ എന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നസഅന മാ ഫി സുദൂരിഹിം മിൻ ഗില്ലിൻ, അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന പക നാം ഊരിയെടുത്ത് കളഞ്ഞു. അതേപോലെ യൻസിഉ അൻഹുമ ലിബാസഹുമ എന്ന് പറഞ്ഞു, അവരിൽ നിന്നും അവരുടെ വസ്ത്രം ഊരിയെടുക്കുന്നതിന് എന്ന്. പിശാച് ആദം നബി അലൈഹി സ്വലാമിയെ ഹുവയെ പ്രേരിപ്പിച്ചുകൊണ്ട് തെറ്റ് ചെയ്യിച്ച ആ സന്ദർഭത്തെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ സന്ദർഭമാണ്. അപ്പോൾ നസഅ എന്ന ക്രിയ നാം പഠിച്ചു വയ്ക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒന്നോ രണ്ടോ വരുന്ന പ്രാവശ്യം വന്ന ക്രിയകളൊന്നും നമ്മൾ ടെക്സ്റ്റിൽ പട്ടികയിൽ ചേർത്തിട്ടില്ല. എങ്കിലും നിങ്ങൾ ഡിപ്ലോമ ആൾക്കാരായതുകൊണ്ട് എന്ത് ചെയ്യണം, അത് പഠിച്ചു വെക്കണം. നസഅ യൻസിഉ, അപ്പൊ എന്തായി, ലറബ യദ്രിബു ഗ്രൂപ്പിൽ പെട്ടതാണ്. അപ്പൊ നമ്മളിത് പഠിച്ചു കഴിയുന്നത് കൊണ്ട് ആ ക്രിയ കൂടി പഠിച്ചു വയ്ക്കുക. വന്നാസിആതി ഗർഖൻ, അപ്പോ നസഅയുടെ കർത്താവിന്റെ രൂപമാണ് നാസിഉൻ, ഊരിയെടുക്കുന്നവൻ. അതിനെ സ്ത്രീലിംഗമാക്കിയ നാസിഅത്തുൻ, അതിന്റെ ബഹുവചനമാണ് നാസിആത്തുൻ, ഊരിയെടുക്കുന്നവ. ഗർഖൻ, ഗർഖൻ എന്ന് പറഞ്ഞാൽ ഗറഖ, മുങ്ങി. ഗറഖ യഗ്രിഖു, മുങ്ങി, വെള്ളത്തിൽ മുങ്ങുണ്ട്, അതിനാണ് ഗറഖ എന്ന് പറയുന്നത്. നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ നാസിആത്തി ഗർഖന്റെ മീനിങ് അറിയാൻ പറ്റും. അതൊന്നും അറബ യദ്രിബ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഹത്താ ഇദാ ഗറഖ, ഫിർഔനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഹത്താ ഇദാ ഗറഖ, ഫിർഔൻ അവിടെ വെള്ളത്തിൽ മുങ്ങിയല്ലോ. അങ്ങനെ മുങ്ങിയ സന്ദർഭത്തിൽ എന്ത് ചെയ്തു, ഖാല ആമന്തു, അപ്പോൾ പറഞ്ഞു ഞാൻ ആ മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഗറഖ എന്ന ക്രിയയും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ അർത്ഥവും പഠിച്ചിരിക്കുക. അപ്പൊ ഗറഖ യഗ്രിഖു, അതിന്റെ ക്രിയധാതു എന്താണ്, ഗർഖുൻ, മുങ്ങൽ. ഇപ്പൊ നാസിആത്ത്, ഊരിയെടുക്കുന്നവയെ കൊണ്ട്, ഊരിയെടുക്കുന്നവയെ കൊണ്ട് സത്യം, അല്ലെങ്കിൽ ഊരിയെടുക്കുന്നവയാണ് സത്യം. ഗർഖൻ, മുങ്ങിക്കൊണ്ട്. നെറ്റിൽ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്, ഞാൻ വീഡിയോ കുറച്ചു നേരത്തേക്ക് ഓഫ് ചെയ്യാണ്. മുങ്ങിക്കൊണ്ട്, മുങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ, നമ്മളിങ്ങനെ ആലോചിക്കുക, ഗറഖ യഗ്രിഖു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോ ഒരാൾ വെള്ളത്തിന്റെ മുകളിൽ നിന്നും അതിന്റെ ആഴത്തിലേക്ക് ഊളിയിട്ട് മുങ്ങി എടുക്കുക, അതിനാണ് ഗർഖൻ എന്ന് പറയുന്നത്. ഇനി അതിനെ എന്ത് ചെയ്യുക, മലക്കുകൾ എന്ത് ചെയ്യുന്നു, മലക്കുകൾ മനുഷ്യന്റെ ആത്മാവിനെ, റൂഹിനെ പിടിക്കാൻ വരുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യും, മനുഷ്യൻ ആ റൂഹിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ സന്നദ്ധമാവില്ല. അപ്പോ മലക്ക് എന്ത് ചെയ്യും, ശരീരത്തിലേക്ക് ഊളിയിട്ടിറങ്ങി ആ റൂഹിനെ പിടിച്ചെടുക്കുകയാണ്. അപ്പൊ നസഅ എന്ന് പറഞ്ഞപ്പോ എന്തായി, നസഅ എന്ന് പറഞ്ഞാൽ അതിനെ സാധാരണഗതിയിൽ ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യനാണെങ്കിൽ ആ സത്യവിശ്വാസിയോട് സലാം പറഞ്ഞ് സൗഹൃദം പറഞ്ഞ് മലക്ക് എന്ത് ചെയ്യും, ഞാൻ ഈ ആവശ്യാർത്ഥമാണ് വന്നിരിക്കുന്നത് എന്ന് പറയും. അപ്പോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ റൂഹ് തിരിച്ചു നൽകാൻ ആ സത്യവിശ്വാസി വളരെ സന്തോഷവാനായിരിക്കും. അപ്പൊ സന്തോഷത്തോടുകൂടി ആ റൂഹ് ആ മലക്കിനോടൊപ്പം ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. അതേസമയം ഒരു ദുഷിച്ച ആത്മാവിന്റെ റൂഹാണ് പിടിക്കാൻ വരുന്നതെങ്കിൽ ഈ ആത്മാവ് ഇറങ്ങിച്ചെല്ലാൻ സന്നദ്ധമാവുകയില്ല. ഹദീസുകളിൽ ഉദ്ധരിച്ചിരിക്കുന്നത്, ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്നത്, പരാമർശിച്ചിരിക്കുന്നത് ആ റൂഹ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വലിയും എന്നാണ്, ഉള്ളിലേക്ക് വലിഞ്ഞു പോകും എന്നാണ്.
അപ്പോ അങ്ങനെ വരുമ്പോ മലക്ക് എന്ത് ചെയ്യും? നിർദ്ദയം ഊരിയെടുക്കുന്നതിനെ കുറിച്ചാണ് നാസിയാത്ത് നസഅ എന്ന് പറയുന്നത്. അതായത് ഒരു മുള്ള് അമ്പ് പോലുള്ള സാധനം ഒരു പഞ്ഞിയിലേക്ക് കടത്തി വിട്ട് അത് തിരിച്ചെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ആ രീതിയിലാണ് ദുഷിച്ച ആത്മാവിനെ മലക്കുകൾ പിടിച്ചുകൊണ്ട് പോവുക എന്നാണ് ഹദീസിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വൻ നാസിആത്ത്, നിർദ്ദയം ഊരിയെടുക്കുന്നവയെ കൊണ്ട് സത്യം. ഗർഖൻ, മുങ്ങിച്ചെന്ന്. വൻ നാഷിതാത്ത്, അതേസമയം സച്ചരിതരുടെ ആത്മാവാണെങ്കിലോ നാഷിതാത്ത്, സൗമ്യമായി എടുക്കുന്നവയാണ്, സൗമ്യമായി പുറത്തെടുക്കുന്നവ. നാഷിതാത്ത്, സൗമ്യമായി പുറത്തെടുക്കുന്നവ. നഷ്തൻ, സൗമ്യമായ പുറത്തെടുക്കൽ, സൗമ്യമായ പുറത്തെടുക്കൽ. അപ്പോൾ രണ്ടാമത് എന്ത് ചെയ്തിരിക്കുന്നു? നേരത്തെ പറഞ്ഞത് നാസിആത്തി ഗർഖൻ എന്നാണ്. അവിടെ രണ്ട് പദങ്ങളാണ്. നാസിആത്തി ഗർഖൻ, മുങ്ങിക്കൊണ്ട് നിർദ്ദയം ഊരിയെടുക്കുന്നവയെ കൊണ്ട് സത്യം. ഇവിടെയോ നാഷിതാത്തി, സൗമ്യമായി പുറത്തെടുക്കുന്നവയെ കൊണ്ടും സത്യം. പിന്നീട് എന്താ പറഞ്ഞത്? നഷ്തൻ, അതിന്റെ ക്രിയാധാതുവാണ് പറഞ്ഞത്. അപ്പോ ആ സൗമ്യതയുടെ ഇന്റൻസിറ്റി പറയാനാണ്, എടുത്തു പറയാൻ വേണ്ടിയാണ് അങ്ങനെ സൂചിപ്പിച്ചത്. നാഷിതാത്തി, നഷ്തൻ, ക്രിയാധാതു ആവർത്തിച്ചിരിക്കുന്നത് സൗമ്യതയെ ഓർമ്മപ്പെടുത്താൻ. നാഷിതാത്തി നഷ്തൻ. അപ്പോ സത്യവിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യും? സത്യവിശ്വാസിയാണെങ്കിൽ മലക്ക് ആ റൂഹിനെ സൗമ്യമായി പുറത്തെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സലാം പറഞ്ഞ്, സൗഹൃദ സംഭാഷണം പറഞ്ഞ്, ഈ ആവശ്യമാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശരി നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മലക്കിനോടൊപ്പം സൗമ്യമായി അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ് ചെയ്യുന്നത്. വസ്സാബിഹാത്തി, സബഹ എന്ന് പറഞ്ഞാൽ നീന്തി. സാബിഹ്, നീന്തുന്നവൻ. സാബിഹാത്ത്, സാബിഹൻ, സാബിഹത്തുൻ, നീന്തുന്നവൾ. സാബിഹാത്ത്, നീന്തുന്നവർ. സാബിഹാത്തി, നീന്തുന്നവയാണ് സത്യം. സബഹൻ, നീന്തൽ. സാബിഹാത്തി സബഹൻ. ഫസ്സാബിഖാത്തി, എന്നിട്ട് എന്ത് ചെയ്യുന്നു? സാബിഖ്, സബഖ എന്ന് പറഞ്ഞാൽ സബഖ, മുൻകടന്നു. സബഖ, മുൻകടന്നു. സാബിഖ്, മുൻകടക്കുന്നവൻ, അല്ലെങ്കിൽ ധൃതിയിൽ മുന്നോട്ട് പോകുന്നവൻ, വേഗത്തിൽ മുന്നോട്ട് പോകുന്നവൻ. സാബിഖാത്ത്. സബഖൻ, കുതിച്ച് മുന്നോട്ട് പോകുന്നവൻ, അല്ലെങ്കിൽ വേഗത്തിൽ മുന്നോട്ട് പോകുന്നവൻ, വേഗതയിൽ മുന്നോട്ട് പോകുന്നവയെ കൊണ്ട് സത്യം. ഇതെല്ലാം ഈ പറഞ്ഞ മലക്കുകളുടെ വ്യത്യസ്ത പ്രവർത്തികൾ, അല്ലെങ്കിൽ അവയുടെ വ്യത്യസ്ത സന്ദർഭത്തിലുള്ള വ്യത്യസ്ത പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നാഷിതാത്തി നഷ്തൻ, പുറത്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? സാബിഹാത്തി സബഹൻ, അവ സഞ്ചരിക്കുന്നു. അതാണ് നീന്തുന്നവ എന്ന് പറഞ്ഞത്. സഞ്ചരിക്കുന്നു. ആ നീന്തൽ, നീന്തി പോകുന്നു, സഞ്ചരിച്ചു പോകുന്നു. സബഹൻ. അതേപോലെ സാബിഖാത്തി സബക്കൻ, അങ്ങനെ അവ എന്ത് ചെയ്യുന്നു? വേഗത്തിൽ പോകുന്നു, കുതിച്ചു പായുന്നു. ഫൽ മുദബ്ബിറാത്തി അംറാൻ, അങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കും. ദബ്ബറ എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചു. ദബ്ബറ, സബ്ബഹ ഗ്രൂപ്പ്. ദബ്ബറ, യുദബ്ബിറു. മുദബ്ബിറുൻ, നിയന്ത്രിക്കുന്നവൻ. മുദബ്ബിറുൻ, മുദബ്ബിറത്തുൻ, മുദബ്ബിറാത്തുൻ. അങ്ങനെ അംറൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയെ കൊണ്ട് സത്യം. ഫൽ മുദബ്ബിറാത്തി അംറൻ. ഇപ്പോൾ മലക്കുകളുടെ ആ പ്രവർത്തനത്തെ കുറിച്ചാണ് പറഞ്ഞത്. സാബിഹാത്തി സബഹൻ ഫസ്സാബിഖാത്തി സബഖൻ, അവ മലക്കുകൾ എന്ത് ചെയ്യുന്നു? കുതിച്ചു പായുന്നു. ഫൽ മുദബ്ബിറാത്തി,
അമ്രൻ. അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ദൗത്യങ്ങൾ അവ കൃത്യമായി എന്ത് ചെയ്യുന്നു? നിർവഹിക്കുന്നു. അതാണല്ലോ അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ സംവിധാനം എന്ന് പറയുന്നത് അള്ളാഹു ഉടനെ ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചിരിക്കുന്ന ക്രമങ്ങൾ മലക്കുകളെ അറിയിക്കുകയും ആ മലക്കുകൾ അത് കൃത്യമായി നിർവഹിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോ അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിന് മലക്കുകളിലൂടെ നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സഹായികളല്ല മലക്കുകൾ. മറിച്ച് എന്താണ്? നമ്മ അമ്രഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അതാവുക, അല്ലെങ്കിൽ ഉണ്ടാവുക, നിർവഹിക്കുക, നിർവഹിക്കപ്പെടുക എന്ന് പറയുന്നതോടുകൂടി അത് നിർവഹിക്കപ്പെടുകയാണ്. ഓരോന്നിനും നിശ്ചയിച്ച ആൾക്കാർ. അങ്ങനെ ഒരു ഘടന നിശ്ചയിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്സാബിഖാതി സബഖൻ ഫൽമുദബ്ബിറാതി അംറൻ. യൗമ തർജഫുർ റാജിഫ. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? യൗമ തർജഫു റാജിഫ. റജഫ യർജുഫു എന്ന് വിറകൊള്ളുന്നു, കിടിലം കൊള്ളുന്നു. കിടിലം കൊള്ളുന്ന ദിവസം. അതിന്റെ കർത്താവിൻ രൂപമാണ് റാജിഫുൻ. അതിന്റെ സ്ത്രീലിംഗം റാജിഫത്തുൻ. കിടിലം കൊള്ളിക്കുന്ന സംഗതിയാണ് കിടിലം കൊള്ളിക്കുന്ന സംഗതി, കിടിലം കൊള്ളിക്കുന്ന ദിവസം. ഖിയാമത്ത് നാൾ വരുമ്പോ അതൊരു മഹാസംഭവമായിരിക്കും. നമ്മൾ പഠിച്ച അൽ ഖാരിഅ എന്ന് പറഞ്ഞു. സുൽസിലത്തിൽ സുൽസാലഹ. അപ്പൊ ഇതൊക്കെ ഒരു ഭീകരമായ, ഭയാനകമായ, ഒരു പ്രക്ഷുബ്ധമായ, വളരെയധികം പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണ്. നാം ഇന്നേ വരെ അഭിമുഖീകരിച്ചിട്ടുള്ള സുനാമിയോ അല്ലെങ്കിൽ ഓക്കിയോ അതേപോലുള്ള മറ്റ് സംഭവവികാസങ്ങളോ വെള്ളപ്പൊക്കമോ ഇതൊന്നും ഒന്നുമല്ലാതാക്കുന്ന മറ്റൊരു ഭയങ്കര സംഭവമായിരിക്കും. അതാണ് സുൽസിലത്തിൽ സിൽസാലഹ അൽ ഖാരിഅത്തു മൽ ഖാരിഅത്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മനുഷ്യനെ കിടിലം കൊള്ളിക്കുന്ന സംഭവം, കിടിലം കൊള്ളിപ്പിക്കുന്ന ദിവസം. തത്ബഉഹ അർ-റാദിഫ. അതിനെ പിന്തുടർന്നുകൊണ്ട് പിറകെ വരും. അതായത് ഒരു സംഭവമല്ല, വീണ്ടും തുടർച്ചയായി സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ കിടിലം കൊള്ളിക്കലല്ല. ഒറ്റ കിടിലം കൊള്ളിക്കലോടുകൂടി എല്ലാം തീരുകയല്ല. മറിച്ച് എന്താണ്? ഒന്നിന് പിറകെ ഒന്നായി ഈ കിടിലം കൊള്ളിക്കുന്ന സംഗതി വന്നുകൊണ്ടേയിരിക്കും. തത്ബഉഹ തബിഅ യത്ബഉ. പിന്തുടർന്നു. തത്ബഉ ഹ. അതിനെ പിന്തുടരും. അർ-റാദിഫത്തു പിറകെ വരുന്നത്. റദിഫ എന്ന് പറഞ്ഞാൽ പിന്നിൽ സഞ്ചരിച്ചു. റദിഫ പിന്നിൽ സഞ്ചരിച്ചു. തത്ബഅഹ റാദിഫ. തബിഅ യത്ബഉ. തത്ബഅ പിന്തുടരുന്നു. റാദിഫ പിറകെ വരുന്നത്. ഖുലൂബുൻ യൗമഇദിൻ വാജിഫ. ഖുലൂബുൻ യൗമഇദിൻ. അന്ന് ചില മുഖങ്ങൾ, അല്ല ഹൃദയങ്ങൾ. ചില എന്ന് പറഞ്ഞ ഉജൂഹിൻ യൗമഇദിൻ നമ്മൾ പറഞ്ഞതുപോലെയാണ്. ഇവിടെ അൽ ഇല്ലാതെ വന്നത് കൊണ്ട് അൽ ഇല്ലാതിരിക്കുകയും മറ്റൊന്നിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് ഇദാഫത്ത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ചില, എ ഫ്യൂ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ, സം എന്നൊക്കെ പറയുന്നത് പോലെ ഏതോ ചിലത് എന്ന അർത്ഥമാണ്. ഖുലൂബുൻ യൗമഇദിൻ. കുറച്ച് മുഖങ്ങൾ അന്നേ ദിവസം, യൗമഇദിൻ അന്നേ ദിവസം, വാജിഫത്തുൻ പേടിച്ചു വിറയ്ക്കുന്നതാണ്. വാജിഫത്തുൻ പേടിച്ചു വിറയ്ക്കുന്നതാണ്. അബസ്വാറുഹ അവയുടെ കണ്ണുകൾ. ബസറുൻ ജംഅ അബസ്വാർ. ബസറുൻ ജംഅഹു അബസ്വാർ. അബസ്വാറുഹ ഖാശിഅത്തുൻ. ഖാശിഅത്തുൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഉജൂഹുൻ യൗമഇദിൻ ഖാശിഅത്തുൻ. ചില മുഖങ്ങൾ അന്ന് പേടിച്ചേരേണ്ടതായിരിക്കും എന്ന് പറഞ്ഞു. അബ്സാറുഹ ഖാശിഅത്തുൻ. ആ ഹൃദയങ്ങളുടെ കണ്ണുകൾ ഖാശിഅത്തുൻ പേടിച്ചേരേണ്ടിയിരിക്കും, പേടിച്ചേരേണ്ടതായിരിക്കും.
അപ്പൊ മലക്കുകൾ റൂഹിനെ പിടിക്കുന്ന കാര്യവും അതോടൊപ്പം അതേപോലെ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളുടെ ഭാഗമായിട്ടാണ് ആ പറഞ്ഞത്. പക്ഷെ ആദ്യം വന്നാസിയാത്ത് പറഞ്ഞത് കൊണ്ട് ഈ രണ്ട് സംഗതിയും അതിൽ ഉൾപ്പെട്ടു. ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്നതും അതേപോലെ തന്നെ സാധാരണ ദുഷിച്ച ആത്മാവിനെയും സച്ചരിതരായ ആത്മാക്കളെയും മലക്കുകൾ പിടിക്കുന്ന സാഹചര്യവും അതിൽ വന്നു. ഖിയാമത്ത് നാളിലും ഇത് സംഭവിക്കും. അതാണ് യൗമ തർജിഫുർ റാജിഫ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ പറഞ്ഞതിന്റെ വ്യാകരണമാണ് നമുക്ക് നോക്കേണ്ടത്. വന്നാസിആതി, വാവുൽ ഖസം എന്ന് പറയും. വാവുൽ ഖസം എന്ന് പറഞ്ഞാൽ ലാ ഉഖ്സിമു എന്ന് പറഞ്ഞല്ലോ. ലാ ഉഖ്സിമു അല്ല, ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു. അപ്പോ ഖസമുൻ, സത്യം. വാവുൽ ഖസം സത്യം ചെയ്യുന്ന വാവ്. അതാണ് സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന എല്ലാ വാവുകളും വാവുൽ ഖസമാണ്, സത്യം ചെയ്യുന്ന വാവാണ്. വാവുൽ ഖസമിന്റെ പ്രത്യേകത എന്താണ്? വാവുൽ ഖസം ശേഷം വരുന്ന നാമത്തിന് കെസ്ർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് വൻ നാസിആതി, നാസിആത്തുൻ എന്നതിനെ എന്താക്കി? നാസിആതി എന്നാക്കി. അല്ലെങ്കിൽ അൽ വന്നു കഴിഞ്ഞാൽ അൻ നാസിആത്തു എന്നാണ് വരിക. അപ്പോൾ നാസിആതി എന്നാക്കിയത് വാവുൽ ഖസം വന്നത് കൊണ്ടാണ്. കെസ്ർ വരുത്തുന്ന പദങ്ങളിൽ പെട്ടതാണ് വാ. ഗർക്കൻ എന്നത് എന്താണ്? ഹാലാണ്, അവസ്ഥ. ഹാലിനെ സൂചിപ്പിക്കുന്നത് ഫതഹ തൻവീനുള്ള രീതിയിലായിരിക്കും. അപ്പൊ ഗർക്കൻ. അതേപോലെ വന്നാശിതാതി നഷ്തൻ, തുല്യമായ പദപ്രയോഗമാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വാ, അതായത് വന്നാശിതാത്തിലെ വാ സത്യം ചെയ്യാനുള്ളതല്ല, മറിച്ച് അത് എന്ന അർത്ഥത്തിലാണ്. വന്നാശിതാത്തി, സൗമ്യമായി പുറത്തെടുക്കുന്നവയെ കൊണ്ടും. നേരത്തെ പറഞ്ഞു സത്യം എന്നത് ആദ്യത്തെ വായിൽ ഉള്ളതാണ്. അതേപോലെ വസ്സാബിഹാത്തി സബഹൻ, ഇവിടെയും നഷ്തൻ എന്താണ്? നാഷിതാത്ത് നഷ്തൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നാഷിതാത്ത് നഷ്തൻ ഇതിന്റെ തീവ്രതയെ പറയാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുകയാണ്? ക്രിയാധാതു ആവർത്തിച്ചിരിക്കുക. അപ്പൊ അത് ഹാൽ കൂടിയാണ്. വസ്സാബിഹാത്തി സബഹൻ, അതും അതേപോലെ തന്നെയാണ്. ഈ 3 സൂക്തങ്ങളും വസ്സാബിഖാത്തി സബക്കൻ, 4 സൂക്തങ്ങളും ഒരേ ഘടനയാണ്. ആദ്യത്തെ വാവ് മാത്രമേ സത്യം ചെയ്യാനുള്ള വായുള്ളൂ, ബാക്കിയെല്ലാം എന്ന അർത്ഥത്തിലുള്ള വാവാണ്. ഫൽ മുദബ്ബിറാത്തി, അപ്പോ നാസിആത്തിന്റെ വിശേഷണമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മുദബ്ബിറാത്തിയും വന്നിരിക്കുന്നത്. അങ്ങനെ അതേ ക്രമത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നാസിആത്തി, അപ്പൊ ഊരിയെടുക്കുന്നവയെ കൊണ്ടും സൗമ്യമായി പുറത്തെടുക്കുന്നവയെ കൊണ്ടും അതേപോലെ നീന്തുന്നവയെ കൊണ്ടും കുതിച്ച് പായുന്നവയെ കൊണ്ടും, അങ്ങനെ കുതിച്ച് പായുന്നവയെ കൊണ്ടും അങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയെ കൊണ്ടും സത്യം. അപ്പോ അതുകൊണ്ട് തന്നെ നാസിആത്തിന്റെയും നാഷിതാത്ത് സാബിഹാത്ത് സാബിഖാത്ത് മുദബ്ബിറാത്ത് എല്ലാം എന്താണ്? കസ്ർ ചെയ്യപ്പെട്ട പദങ്ങളാണ്. ഇനി മുദബ്ബിറാത്തി അമ്രൻ, മുദബ്ബിറാത്ത് എന്താണ് ചെയ്യുന്നത്? മുദബ്ബിറാത്ത് എന്തിന്റെ മുദബ്ബിറാത്താണ്? അമ്രൻ, കാര്യങ്ങളുടെ. അപ്പോ മുദബ്ബിറാത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്? അതിനെ കർമ്മം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ. മുദബ്ബിറാത്തി അമ്രൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ. അപ്പൊ കർമ്മമായി വന്നത് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ ഫത്തഹ് വന്നത്.
യൗമ എന്ന് പറയുന്നിടത്തൊക്കെ എന്തായിരിക്കും? ഫത്തഹായിരിക്കും. അത് ആ സന്ദർഭത്തെ സൂചിപ്പിക്കാനുള്ളതായത് കൊണ്ടാണ് യൗമ എന്നുള്ളത് ഫത്തഹ വന്നത്. യൗമയും ഫിസ്സൂരി, യൗമയം നുറുൽ മർഉ ഒക്കെ എന്താണ്? യൗമ എന്നാണ്. അപ്പൊ ആ സന്ദർഭത്തെ സൂചിപ്പിക്കാനുള്ള സ്ഥലകാല സൂചകമായ പദങ്ങൾ, സ്ഥലകാല സൂചകമായ പദങ്ങൾ എപ്പോഴും എന്തായിരിക്കും? ഫത്തഹ ചെയ്യപ്പെട്ടതായിട്ടായിരിക്കും വരിക. അതുകൊണ്ടാണ് യൗമ എന്ത് ചെയ്ത് ഫത്തഹായിട്ട് ഫത്തഹ ചെയ്യപ്പെട്ടതായിട്ട് വന്നത്. തർജുഫു, തർജുഫു കിടിലം കൊള്ളിക്കും. റാജിഫത്തു കിടിലം കൊള്ളിക്കുന്നത്. യൗമ തർജുഫു റാജിഫത്തു. അപ്പൊ എന്താണ്? തർജുഫു എന്നത് ക്രിയയാണ്, അതിന്റെ കർത്താവാണ് അറാജിഫത്തു. അറാജിഫത്തു സ്ത്രീലിംഗമായതുകൊണ്ടാണ് തർജുഫു എന്ന സ്ത്രീലിംഗ ക്രിയാരൂപം ഉപയോഗിച്ചിരിക്കുന്നത്. യൗമ തർജുഫു റാജിഫത്തു. തത്ബഉഹ റാജിഫത്തു. തത്ബഉ എന്നത് എന്താണ്? സ്ത്രീലിംഗ ക്രിയയാണ്. ആ ക്രിയയുടെ തത്ബഉ പിന്തുടരും. തത്ബഉ ഹ അതിനെ പിന്തുടരും റാജിഫത്തു പിറകെ വരുന്നത്. അപ്പോ തത്ബഉ എന്ന ക്രിയയുടെ കർത്താവാണ് റാജിഫത്തു. അതുകൊണ്ടാണ് അതിന് ലമ്മ് വന്നത്. അതിന്റെ തത്ബഉ എന്ന ക്രിയയുടെ കർമ്മമാണ് ഹ, അതിനെ പിന്തുടരും റാജിഫത്തു. അപ്പൊ ഈ തത്ബഉ ഹ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സർവനാമമാണല്ലോ വന്നിരിക്കുന്നത് കർമ്മമായിട്ട്. ഈ കർമ്മമായിട്ടോ അല്ലാതെയോ സർവനാമം വരുമ്പോൾ അതിന് തൊട്ടു മുമ്പ് അത് ഏതാണ് എന്നറിയിക്കുന്ന ഒരു നാമം മുൻകടന്നിട്ടുണ്ടാകണം. അപ്പൊ തത്ബഉ ഹ എന്ന് പറയുന്ന ഹ എന്തിനെ സൂചിപ്പിക്കുന്നു? റാജിഫത്തിനെ സൂചിപ്പിക്കും. യൗമ തർജുഫു റാജിഫത്തു, കിടിലം കൊള്ളിക്കുന്ന ദിവസം. തത്ബഉ ഹ അതിനെ, ആ റാജിഫത്തിനെ പിന്തുടരും റാജിഫ പിറകെ വരുന്നത്. ഖുലൂബുൻ യൗമ ഇതിൻ, അന്നേ ദിവസം ചില മുഖങ്ങൾ വാജിഫത്തിൻ പേടിച്ചേരേണ്ടതായിരിക്കും. അത് നാമവാക്യമാണ്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സംഗതിയൊന്നും ഇല്ല. ഖുലൂബുൻ യൗമഇദിൻ വാജിഫത്തിൻ, ഖുലൂബും വാജിഫത്തിൻ എന്ന് പറഞ്ഞ പോലെ യൗമഇദിൻ എന്താണ്? അതിന്റെ വിശദീകരണമാണ്. ഖുലൂബുൻ യൗമഇദിൻ വാജിഫത്തിൻ, അന്നേ ദിവസം ചില മുഖങ്ങൾ പേടിച്ചേരേണ്ടതായിരിക്കും. അബ്സാറു ഹ അതിന്റെ ദൃഷ്ടികൾ. അപ്പൊ ഏതിന്റെ ദൃഷ്ടികൾ? അവിടെ ഈ ഹ ഏതിലേക്കാണ് പോകുന്നത്? ഖുലൂബിലേക്കാണ് പോകുന്നത്. ഖുലൂബ് ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗ സർവനാമം ഉപയോഗിക്കുകയാണ്. അബ്സാറു ഹ ആ ഹൃദയങ്ങളുടെ കാഴ്ചകൾ അല്ലെങ്കിൽ ദൃഷ്ടികൾ. ഖാശിഅത്തുൻ പേടിച്ചേരേണ്ടതായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്? നമുക്ക് പ്രാക്ടീസിന് തന്നിരിക്കുന്നത് പേജ് നമ്പർ 6. പേജ് നമ്പർ 6 നമ്മൾ ഇപ്പോൾ വായിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതൊന്നുകൂടി വായിച്ചു നോക്കണം, കൗണ്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 100 വാക്ക് അല്ലെങ്കിൽ 130 വാക്കുണ്ടാകും. 130-ൽ എത്ര വാക്ക് നിങ്ങൾക്കറിയും എന്നത് ഒന്നുകൂടി നോക്കിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. കാരണം ഇത് മൊത്തത്തിൽ എല്ലാവരും അറിയണമല്ലോ നിങ്ങളുടെ പഠന നിലവാരം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, കോഴ്സിന്റെ ഇത്രയും ഭാഗം കഴിഞ്ഞതിന് ശേഷം എന്താണ് നിങ്ങളുടെ നിലവാരം? ഇത്ര വാക്ക് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അത് ഷെയർ ചെയ്യുക. ഇപ്പൊ ഗ്രൂപ്പ് നമ്മൾ
അഡ്മിൻ പോസ്റ്റ് മാറ്റി എല്ലാവർക്കും പോസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ആറാം പേജ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. وإذ قال ربك للملائكة فليل أرث നിക്കിന് വേണ്ടി എന്നാണ്. മലക്കുകൾക്ക് എന്റെ രക്ഷിതാവ് പറഞ്ഞപ്പോൾ എന്നല്ല, മലക്കുകൾ ഓട് എന്നാണ് ഇവിടെ. വൈദ്കാൽ റബ്ബുക്കൽ മലായിക്കത്തി, മലക്കളോട് നിന്റെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭം എന്തായിരുന്നു പറഞ്ഞത്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫത്തൻ, ഇതാണ് പറഞ്ഞത്. ഇന്നി തീർച്ചയായും ഞാൻ. നമുക്കിത് ഈ ഗ്രാമറും മീനിങ്ങും കൂടെ പറഞ്ഞു പോകാം. അത് എവിടം വരെ തീരുന്നോ അവിടെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. വൈദ്കാല റബ്ബുക്കലിൽ മലായിക്കത്തി, അപ്പോൾ വൈദ്കാല റബ്ബുക്കലിൽ മലായിക്ക എന്ന് പറയുമ്പോൾ കാല എന്ന് പറയുന്ന ക്രിയയാണ്, റബ്ബു എന്ന നാമം കർത്താവാണ്. അതുകൊണ്ട് റബ്ബിന് ലം വന്നു. ലിൽ മലായിക്കത്തി എന്നത് ലീ കസവ് എടുത്തുന്ന പദമാണ്. അതുകൊണ്ട് അതിനെന്ത് ചെയ്യുന്നു? ലിൽ മലായിക്കത്തിക്ക്, മലായിക്കത്തിന് കസവ് വന്നു. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഇത് മറ്റൊരു ഭാഗമാണ്, മറ്റൊരു വാക്യമാണ്. നേരത്തെ പറഞ്ഞ റബ്ബുക്കൽ മലായിക്കത്തി, മലക്കളോട് അള്ളാഹു പറഞ്ഞ സന്ദർഭം, രക്ഷിതാവ് പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത് എന്നത് മറ്റൊരു വാക്യമായിട്ട് പറയുക. അതങ്ങനെ തന്നെ പറയുകയാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫത്തൻ, ഞാൻ നിയോഗിക്കുന്നവനാണ്. ജാഇലുൻ നിയോഗിക്കുന്നവനാണ്, അല്ലെങ്കിൽ ആക്കുന്നവനാണ്. ഫിൽ അർളി നിശ്ചയമായും ഞാൻ ആക്കുന്നവനാണ്. ഫിൽ അർളി ഭൂമിയിൽ. അപ്പൊ ഇന്ന വന്നതിന് ശേഷം, ഇന്നയ്ക്ക് ശേഷമുള്ള നാമത്തിന് ഫത്തഹ് വരണം. പക്ഷേ ഇവിടെ ഇന്നയ്ക്ക് ശേഷം സർവനാമമാണ് വന്നിരിക്കുന്നത്. ഇന്നി തീർച്ചയായും ഞാൻ, അവിടെ ആ അടയാളം പ്രത്യക്ഷമാവുകയില്ല. ജാഇലുൻ ഫിൽ അർളി ഖലീഫത്തൻ, ഫിൽ അർദിക്ക് അർദിന് എന്ത് വന്നിട്ടുണ്ട്? കസ്ർ വന്നിട്ടുണ്ട്, ഫീ വന്നതുകൊണ്ട്. ജാഇലുൻ ആരെയാണ് ആക്കുന്നത്? ഖലീഫത്തൻ, പ്രതിനിധിയെ. അപ്പൊ അത് കർമ്മത്തിന്റെ സ്ഥാനത്താണുള്ളത്, ഖലീഫത്തൻ. അതുകൊണ്ടാണ് അതിന് ഫത്തഹ് വന്നത്. ഖലീഫ എന്ന് പറഞ്ഞ പ്രതിനിധി. ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ രക്ഷിതാവ് മലക്കളോട് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്, അല്ലെങ്കിൽ ഓർക്കുക. ഖാലു, അവർ പറഞ്ഞു. അവർ പറഞ്ഞത് എന്താണ് എന്ന് പിന്നീട് ഈ പറഞ്ഞ അടുത്ത വാക്യത്തിലൂടെ പറയുകയാണ്. അടുത്ത വാക്യം എന്താണ്? അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാഅ. അതജഅലു ഫീഹാ, നീ അതിൽ ആക്കുകയാണോ? മൻ യുഫ്സിദു, അഫ്സദ കുഴപ്പമുണ്ടാക്കി, ഫീഹാ അതിൽ. യസ്ഫിക്കു, സഫക്ക എന്ന് പറഞ്ഞാൽ രക്തം ചിന്തി എന്നതിനാണ്, രക്തം ചിന്തുന്നതിനാണ് സഫക്ക എന്ന് പറയുന്നത്. സഫക്ക ദമഹാദ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരാളുടെ രക്തം ചിന്തുന്നതിന്. അതേപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് യസ്ഫിക്കു ദിമാ. ദിമാ എന്ന് പറയുന്നത് ദമുൻ എന്ന രക്തം എന്ന വാക്കിന്റെ ബഹുവചനമാണ് ദിമാ. യസ്ഫിക്കു ദിമാ, ചോരകൾ ചിന്തുന്നവരെയും. വനഹ്നു നുസബ്ബിഹു ബിഹംദിക. അപ്പോൾ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ. അതജഅലു നീയാക്കുകയാണോ ഫീഹാ അതിൽ. ഫീഹ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഹ എന്നത് സർവനാമമാണ്. ആ സർവനാമം ഏതിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മുൻപ് ഒരു നാമം കടന്നിട്ടുണ്ടാകണം. അതേതാണ്? ഫീഹ മുതൽ ബേക്കിലേക്ക്, പിന്നിലേക്ക് നോക്കുക. ഫീഹ അതജാലു ഖാലു കഴിഞ്ഞിട്ട് ഖലീഫത്തൻ, അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് അർദ് വന്നിട്ടുണ്ട്. ഫിൽ അർദ്, ഭൂമിയിൽ എന്ന് പറഞ്ഞു. ആ ഭൂമിയിൽ, അപ്പൊ ഭൂമിയിലേക്ക് മടങ്ങുന്നതാണ് ഹ. മൈ യുഫ്സിദു ഫീഹ, അതിൽ, അവിടെ ആ ഹായും അർദിലേക്ക് മടങ്ങുന്നതാണ്. ഭൂമി, അവിടെ കുഴപ്പമുണ്ടാക്കുന്നവരെ നീ അവിടെ നിയോഗിക്കുകയാണോ? യസ്ഫിക്കു ദിമാ, രക്തം ചിന്തുന്നവരെയും. അപ്പോൾ അതജാലു ഫീഹ മൈ യുഫ്സിദു ഫീഹ വരെ കൂടുതൽ ഗ്രാമർ ഒന്നും പറയാനില്ല. യസ്ഫിക്കു ദിമാ എന്ന് പറയുന്നിടത്ത് യസ്ഫിക്കു ചിന്തുന്നു, അദ്ദിമാ രക്തങ്ങളെ. അപ്പൊ ദിമാ എന്ത് ചെയ്തു? ദിമാ കർമ്മമായതുകൊണ്ട് അവിടെ ഫത്തഹ കൊടുത്തു. വനഹ്നു, ഞങ്ങൾ ആയിരിക്കെ. വാവ് എന്താണ്? വാവുൽ ഹാലാണ്.
വനഹനു ഞങ്ങൾ ആയിരിക്കെ എന്ത് ചെയ്യുന്നവരായിരിക്കെ നുസബ്യഹു സ്തോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ വിശുദ്ധിയെ വാഴ്ത്തുന്നു, ബിഹംദിക നിന്നെ സ്തുതിച്ചുകൊണ്ട്, വനുഖദ്ദിസു ഞങ്ങൾ പരിശുദ്ധനാക്കുന്നു, ലക്ക നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. നീ ന്യൂനതയില്ലാത്തവനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്റെ നല്ല ഗുണങ്ങളെ സ്തുതിക്കുന്നു, അതേപോലെ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ അവിടെ നിയോഗിക്കുകയാണോ? അപ്പോൾ വനഹ്നു നുസബ്യഹു ബിഹംദിക, ബി വന്നുകൊണ്ട് ഹംദിന് കസ്ർ വന്നു, നുഖദ്ദിസു ലക്ക. അപ്പോൾ ലാ വന്നത് കൊണ്ട് അവിടെ നുഖദ്ദിസുവിന്റെ കർമ്മം ആയിട്ട് വരുന്നില്ല. കാല. അപ്പോൾ റബ്ബ് പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, ഇന്നി തീർച്ചയായും ഞാൻ അറിയുന്നു, മാ ലാ തഅലമൂൻ നിങ്ങൾ അറിയാത്തത്. അവിടെയും ഈ പറഞ്ഞതുപോലെ ഗ്രാമർ ഇല്ല. ഗ്രാമർ ഉണ്ട്, പക്ഷേ നമ്മൾ പറയത്തക്ക രീതിയിൽ, എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഗ്രാമർ ഇല്ല. വഅല്ലമ ആദമൽ അസ്മാഅ, നമ്മൾ മുമ്പ് പഠിച്ചതാണ് ഈ ഉദാഹരണം. വഅല്ലമ ആദമൽ അസ്മാഅ, അല്ലമ പഠിപ്പിച്ചു. അപ്പൊ അവൻ പഠിപ്പിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ റബ്ബിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പോൾ റബ്ബ് പഠിപ്പിച്ചു, അല്ലമ ആദമിനെ പഠിപ്പിച്ചു. അല്ലമ ക്രിയയാണ്, അതിന്റെ കർമ്മമാണ് ആദം. അതിന്റെ കർത്താവ് അതിലടങ്ങിയിരിക്കുന്ന ഹുവയാണ്. ആദം കർമ്മമാണ്. ആദമിനെ പഠിപ്പിച്ചു അൽ അസ്മാഅ, നൗണുകൾ, നാമങ്ങൾ, കുല്ലഹ എല്ലാ നൗണുകളും പഠിപ്പിച്ചു. ഒരുപാട് ഗ്രാമറിനെ കെട്ടിക്കൊടുക്കൊന്നുമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നൗൺ ഉപയോഗിച്ച് ഭാഷയെ കൈകാര്യം ചെയ്യാൻ പറ്റും. നാമവാക്യം വരുന്നിടത്തൊക്കെ നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും. അപ്പോ അങ്ങനെയുമാകാം ഒരു വിശദീകരണം. മറ്റൊരു വിശദീകരണം എല്ലാത്തിൻ്റെയും പേരുകൾ അള്ളാഹു ആദമിന് പഠിപ്പിച്ചു എന്നാണ്. അങ്ങനെയുമാകാം. എന്നിട്ട് സുമ്മ അറഹും, ആ വസ്തുക്കൾ പ്രദർശിപ്പിച്ചു. അറള എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിച്ചു. മഅറദ് പ്രദർശനശാല. അറളഹും അവർക്ക് പ്രദർശിപ്പിച്ചു. അവർക്കെന്ന് പറയുമ്പോൾ അറളഹും ആ അസ്മാഉകളെ അല്ലെങ്കിൽ ആ വസ്തുക്കളെ, കുല്ലഹ എന്ന് പറഞ്ഞല്ലോ, ആ വസ്തുക്കളെ അറളഹും പ്രദർശിപ്പിച്ചു. അലൽ മലായിക്കത്തി, മലക്കുകൾക്ക്. മലക്കളുടെ മേലെന്ന് പറഞ്ഞാൽ മലക്കുകൾക്ക് പ്രദർശിപ്പിച്ചു. ഇപ്പൊ കാല, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അംബിഊ നിങ്ങൾ പറയൂ, അറിയിക്കൂ, നീ എന്നെ, അംബിഊനി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ബി അസ്മാഇ ഹഉലാഇ ഇവയുടെ നൗണുകൾ അല്ലെങ്കിൽ ഇവയുടെ പേരുകൾ, ഇൻ കുന്തും നിങ്ങൾ ആണെങ്കിൽ, സ്വാദിഖീൻ സത്യസന്ധർ. ഓക്കെ. അപ്പോ അല്ലമയുടെ കർമ്മമാണ് ആദം. നമ്മൾ പഠിച്ച ഉദാഹരണമാണ്. അല്ലമ പഠിപ്പിച്ചു, അതിന്റെ കർത്താവ് അടങ്ങിയിരിക്കുന്ന ഹുവ. ആദമിനെ പഠിപ്പിച്ചു അൽ അസ്മാഅ, നാമങ്ങൾ. അപ്പൊ രണ്ടാമത്തെ കർമ്മമാണ്. കുല്ലഹ എല്ലാം, അസ്മാഇന്റെ വിശദീകരണമാണ് കുല്ലഹ എല്ലാം, അതിന്റെ എല്ലാം. സുമ്മ അറദഹും, പിന്നീട് അറദ പ്രദർശിപ്പിച്ചു. അറദ യരിദു പ്രദർശിപ്പിച്ചു. അറദഹും അവയെ പ്രദർശിപ്പിച്ചു. അലൽ മലായിക്കത്തി മലക്കുകൾക്ക്. അറളയുടെ കർത്താവ് അതിലടങ്ങിയിരിക്കുന്ന ഹുവയാണ്. അതിന്റെ കർമ്മം അതിന്റെ അവസാനത്തിലുള്ള ഹുമ്മാണ്. അറളഹും. അലൽ മലായിക്കത്തി, അല കസു വരുത്തുന്ന പദം, മലായിക്കത്ത് കസർ ചെയ്യപ്പെട്ട പദം. അപ്പൊ കാല എന്നിട്ട് പറഞ്ഞു, അംബിഊനി. അപ്പൊ ഈ അല്ലമ എന്ന് പറഞ്ഞ ക്രിയ നിങ്ങൾ പ്രത്യേകം എഴുതി വയ്ക്കേണ്ടതാണ്. അല്ലമ എന്ന ക്രിയക്ക് രണ്ട് കർമ്മം കാണും. അല്ലമ പഠിപ്പിച്ചു. ആരെ പഠിപ്പിച്ചു? ആദമിനെ പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചു? അസ്മാഇനെ പഠിപ്പിച്ചു. രണ്ട് കർമ്മമുണ്ട്. അതേപോലെ അംബഅയ്ക്കും എന്തുണ്ട്? രണ്ട് കർമ്മമുണ്ട്. അംബഅ ഇവിടെ ആ രീതിയിലല്ല വന്നിരിക്കുന്നത്. അംബിഊ നിങ്ങൾ അറിയിക്കൂ, നീ എന്നെ. ഇവിടെ ബി വന്നിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ബി വന്നത് കൊണ്ട് ആ രണ്ടാമത്തെ കർമ്മം പ്രകടമാകുന്നില്ല. അത് വേറെ രീതിയിലാണ് വന്നിരിക്കുന്നത്. അംബിഊ നിങ്ങൾ അറിയിക്കൂ, നീ എന്നെ. അപ്പൊ നീ എന്നുള്ളത് എന്താണ്? ഒരു കർമ്മമാണ്. അംബിഊയിലുള്ള അൻതുമാണ് അതിന്റെ കർത്താവ്. ബി അസ്മായി
ബി വന്നത് കൊണ്ട് അസ്മാഇന് കസ്ർ വന്നു. ഹഉലാഇ, ഹഉലാഇന് കസ്ർ വന്നു. കാരണം എന്താണ്? അസ്മാഇന്റെ ബദലാണ്, അല്ലെങ്കിൽ അതിന്റെ പകരമുള്ള പദമാണ് ഹഉലാഇ. ഇൻ കുന്തും സ്വാദിഖീൻ, കുന്തും നിങ്ങൾ ആയിരുന്നു എന്നാണ്. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധർ ആണെങ്കിൽ, ആയിരുന്നെങ്കിലല്ല, ആണെങ്കിൽ. ഖാലു, അവർ പറഞ്ഞു, സുബ്ഹാനക, നീ പരിശുദ്ധൻ. ലാ ഇൽമ ലനാ, നമ്മൾ പഠിച്ച വർഗത്തെ നിഷേധിക്കുന്ന ലായാണ് വന്നിരിക്കുന്നത്. ലാ ഇൽമ, അപ്പൊ ഇൽമ ഏകോചനമാണ്, അവസാനം 10 വന്നിട്ടുണ്ട്. അതേപോലെ അതിന് അൽ ഇല്ല. ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഒരറിവുമില്ല. ഇല്ലാ മാ അല്ലംതന, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നൊഴികെ. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. ഇന്നക, ഇന്ന വന്നതുകൊണ്ട്, ഇന്ന വന്നതിന്റെ ഇന്നയുടെ നാമമാണ് ക, പക്ഷേ അവിടെ സർവനാമമായതുകൊണ്ട് ഇന്നയുടെ അടയാളം വെളിവാകുകയില്ല. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. ഖാൽ, അള്ളാഹു പറഞ്ഞു, യാ ആദം, ആദമേ, യാ ആദമു, ആദമേ, അംബിഅഹും ബി അസ്മാഇഹിം, അംബിഅഹും അവർക്ക് പറഞ്ഞു കൊടുക്കുക, ബി അസ്മാഇഹിം അവയുടെ നാമങ്ങൾ. ഫലമ്മ അംബഅഹും അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ, അറിയിച്ചപ്പോൾ, ബി അസ്മാഇഹിം അവയുടെ നാമങ്ങൾ. കാല, അപ്പൊ ഇവിടെ ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന, അവിടെയും നമ്മൾ പഠിച്ച രീതിയിലൊന്നും പറയാനില്ല. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. ഇന്നക്ക എന്ന് പറഞ്ഞാൽ ഇന്നക്കൽ അലീമുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അവിടെ അൻത വന്നത് എന്താണ്? അവിടെ ഉറപ്പിച്ച് പറയുന്നതിനാണ്. ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, നീ തന്നെയാണ് എല്ലാം അറിയുന്നവന് യുക്തിമാനും. യാ ആദമു, യാക്ക് ശേഷം വരുന്ന നാമം എന്താണ്? ഏകവചനമാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? അവസാനത്തിൽ നാമം കൊടുക്കണം. യാ ആദമു. ഏകവചനം എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി പോലെ അല്ലെങ്കിൽ. അബ്ദുല്ലാഹി എന്ന് പറഞ്ഞാൽ ഒറ്റ നാമമല്ല, അള്ളാഹുവിന്റെ ദാസൻ എന്നാണ്. അതേപോലെ അത് അങ്ങനെ അല്ലാതെ ഒറ്റ നാമമാണെങ്കിൽ, ഹാമിദ്, അഹ്മദ്, മുഹമ്മദ് എന്നൊക്കെ പറയുകയാണെങ്കിൽ യാ വരുമ്പോഴേ നാമം കൊടുക്കണം. യാ ഹാമിദു, യാ ആദമു, യാ സ്വാലിഹു. ഖാല യാ ആദമു, അള്ളാഹു പറഞ്ഞു, ആദമേ, അംബിഅഹും അവർക്ക് അറിയിച്ചു കൊടുക്കുക, ബി അസ്മാഇഹിം. അപ്പൊ അൻബി എന്നത് ക്രിയയാണ്, അതിന്റെ കർത്താവ് അൻത എന്ന അതിൽ അടങ്ങിയിരിക്കുന്ന സർവനാമമാണ്. ഹും അതിന്റെ കർമ്മമാണ്. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ബി അസ്മാഇഹിം അവയുടെ നാമങ്ങൾ. അപ്പൊ ബി വന്നത് കൊണ്ട് അസ്മാഇന് കസ്ർ വന്നു. ഫലമ്മ അംബഅഹും അവൻ അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ, ബി അസ്മാഇഹിം അവയുടെ നാമങ്ങൾ. ഖാല അള്ളാഹു പറഞ്ഞു, അലം അഖുൽ ലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇന്നി അലമു ഞാൻ അറിയുന്നുവെന്ന്, ഗൈബസ് സമാവാത്തി ഭൂമികളിലെ അദൃശ്യ കാര്യങ്ങൾ. അപ്പോ കാല അലം അഖുൽ ലക്കും, അഖൂലു എന്നാണ് ഒറിജിനൽ. അഖൂലു ലം വന്നുകൊണ്ട് എന്തായി? അഖുൽ എന്നായി. അഖുൽ എന്ന് ലാമിന് സുക്കുൻ വരുമ്പോ തൊട്ട് മുമ്പ് സുക്കുനുള്ള അഖൂലു എന്നുള്ള വാവ് അവിടെ നഷ്ടപ്പെടും. അലം അഖുൽ ലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇന്നി അലമു ഞാൻ അറിയുന്നുവെന്ന്. ഗൈബ, അപ്പൊ അലമു എന്നത് ക്രിയയാണ്, അതിന്റെ കർമ്മമാണ് ഗൈബ്. ഗൈബസ് സമാ, ഏത് ഗൈബാണ്? സമാവാത്തിലെ ഗൈബ്, ആകാശങ്ങളിലെ അദൃശ്യ കാര്യങ്ങൾ. വൽ അർദി ഭൂമിയിലെയും. അലമു ഞാൻ അറിയുന്നു. അലമു, അപ്പൊ അലമു എന്നതിന്റെ കർത്താവ് അനയാണ്. മാ അതിന് ശേഷം വരുന്ന മായാണ് അതിന്റെ കർമ്മം. അലമു മാ തുബ്ദൂന നിങ്ങൾ വെളിവാക്കുന്നതിന്, മാ കുന്തും തക്തുമൂൻ നിങ്ങൾ മറച്ചു വെക്കുന്നതിനെയും. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥവും അതിന്റെ വ്യാകരണവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്.
സംശയങ്ങളില്ലാത്ത വിധം കൃത്യമാണ് നമ്മുടെ പഠനം. ശതമാനം 77 തന്നെ നിൽക്കുകയാണ്. കാരണം പുതിയ വാക്കുകളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അല്ലാതെ അഥവാ പഠിച്ചെങ്കിൽ തന്നെ 1-2 വാക്കുകളേ ഉണ്ടാവുള്ളൂ. നാസിയാത്ത് അതൊന്നും കാര്യമായ എണ്ണം പറയേണ്ടതില്ലാത്തതുകൊണ്ട് ശതമാനത്തിൽ മാറ്റമില്ല. 60,300 എത്തി ഇപ്പോൾ പുതിയ ഈ പാഠത്തിൽ പഠിച്ച ഭാഗങ്ങളടക്കം. അതാണ് എൻ്റെ വ്യത്യാസം. ശതമാനത്തിൽ മാറ്റം വരുന്നില്ല. ഓക്കെ, സംശയങ്ങളൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ. ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അല്ലാഹുവെ ലോകത്ത് നീ രക്ഷപ്പെടുത്തിയ തമ്പുരാനെ. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മിക അധപ്പതനം, ധർമ്മച്യുതി, അക്രമം, അഴിമതി, കൊള്ളിവെപ്പ്, അനീതി ഇവയെല്ലാം മാറ്റി ശാന്തസുന്ദരമായ ഒരു ലോകം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം തമ്പുരാനെ. ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ എന്ന് പറഞ്ഞതുപോലെ برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله تعالى وبركاته.